എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ സമയമെടുക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ആ പാഠഭാഗം മനസ്സിലാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, 10ാം ക്ലാസ്സിലെ SSLC എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ്. അപ്പോൾ വെറുതെ വന്ന് സ്കിപ്പ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടുപോകുന്ന ആളുകൾക്ക് ഇത് വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് അവശേഷിക്കും. അല്ലാതെ പൂർണ്ണമായി വാച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കത് പ്രയോജനപ്പെടും. Hello, welcome to JobysStoryWorld. In the last class, we have studied the Project Tiger Part 2. I've started with Goopy, Gaine, Baga, Baine, the story. And I've started the story in Part 1 and we have continued in Part 2. And we will continue in Part 3 now to study the chapter in full. സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഇരിക്കുന്നത്, പഠനത്തിലുള്ള താല്പര്യം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോകാം. നാം 14ാമത്തെ പാരഗ്രാഫിലാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. യു ക്യാൻ സീ ഹിയർ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ബാംബു ഗ്രോവിൻ്റെ അവിടെ എന്ത് ചെയ്തു, ട്രൈപോഡിൽ ക്യാമറ എടുത്ത് വെച്ചു. The audience was instructed to get behind the camera and to stand as far back as possible. അപ്പോൾ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം പുറകോട്ട് നിൽക്കാമോ അത്രത്തോളം പുറകോട്ട് നിൽക്കണമെന്ന് ആളുകളോട് നിഷ്കർഷിച്ചു. അവരത് കേൾക്കുകയും ചെയ്തു. We had to stay relatively close to the bamboo grove. ഞങ്ങൾക്ക് ബാംബു ഗ്രോവിന് തൊട്ടടുത്തോട്ട് ക്യാമറ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. And Goopy and Baga too had to be within yards of the camera. അപ്പോൾ ക്യാമറയുടെ തൊട്ട് മുമ്പിൽ ഗൂപ്പിയും ബാഗായും നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. For it was necessary to have at least one shot that showed them together with the tiger. കാരണം ടൈഗറുമായി അവർ കാണുന്ന ഒരു രംഗം ഒരേപോലെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി അവർ ക്യാമറയും ഗൂപ്പി ബാഗായും ടൈഗറും ഒരേ സമയത്ത് വരുന്ന ഒരു ഭാഗം ചിത്രീകരിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. 16th paragraph. Mr. Thorat's men had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ടൈഗറിനെ വെറുതെ ഇറക്കി വിടാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് കൂട്ടിനകത്തിട്ട് റിങ്ങിൽ മാത്രം ഇറക്കുന്ന ടൈഗറാണ്. അപ്പോഴും എന്തുണ്ട്, അതിൻ്റെ കഴുത്തിൽ അതിനെ ബന്ധിച്ചിട്ടുണ്ട്. വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്തേരെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു അയൺ റോഡ് ഫിക്സ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ കഴുത്തിൽ അത് ഇടാനായിട്ടുള്ള സാധ്യതകളെല്ലാം തേടി ആ വയറ് കുറച്ച് അകലെയായിട്ട് അത് അയൺ റോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു, ഈ ടൈഗറിനെ അതിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് നടക്കാം, പക്ഷേ ആ അയൺ റോഡിനപ്പുറത്തേക്ക് അത് മറികടന്നുകൊണ്ട് അതിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ they took a thin long wire and fixed one end to the collar. അപ്പോൾ ഒരു കോളറിലേക്ക് അതിൻ്റെ ഒരു വൺ എൻഡ് ഫിക്സ് ചെയ്തു, അടുത്ത എൻഡ് ഇവിടെ ചെയ്തു, ആ ദണ്ടിലേക്ക്, ആ ഇരുമ്പ് ദണ്ടിലേക്ക് കൊടുത്തു. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened and Mr. Thorat called out to the tiger. അപ്പോൾ അതിൻ്റെ ഡോർ എന്ത് ചെയ്തു, ആ ഡോറ് തുറന്നു. തൊറാട്ട് റിംഗ് മാസ്റ്റർ എന്ത് ചെയ്തു, he called upon, ആ ടൈഗറിനെ വിളിച്ചു. It responded almost at once and sprang out of its cage to land on the open space outside. അപ്പോൾ അത് പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, വളരെ പെട്ടെന്ന് ചാടി ഇറങ്ങി അത് വന്നു. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പക്ഷെ പിന്നീട് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരുന്നു. അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായി. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാറ്റ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന എന്നാണ് അർത്ഥം. സ്റ്റാർട്ടിൽഡ് പകച്ചു നിൽക്കുക, ഞെട്ടിത്തരിച്ചു നിൽക്കുക എന്നൊക്കെയാണ്. സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് us that he was as taken aback as the rest of us. ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ഒരു തരത്തിലും ഇവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇവൻ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നിറങ്ങിയപ്പോൾ ഇവൻ്റെ
ആ കാണത്ത സ്വഭാവം കാണിക്കുകയാണ്. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി ഓടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. It leapt, it jumped, it rolled about, dragging its poor trainer who was desperately clutching the wire to the tiger's collar in futile. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ലോളറിൽ പിടിച്ച് ഇവനെ ആ വയൻ റോഡിൻ്റെ ആ ഒരു വയർ വെച്ചിട്ട് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ വെയിൻ, ഇറ്റ്സ് ഓൾ ബിക്കം ഫ്യൂട്ടൈൽ. ഒരു തരത്തിലും രക്ഷയില്ലാത്ത വിധത്തിലേക്ക് അത് മാറിപ്പോയി. പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. Attempt to bring it under control, we stood around foolishly watching a new and strange kind of circus. അപ്പം ഞങ്ങളെല്ലാവരും ക്യാമറയും ഒക്കെ വെച്ച് ക്രൂവും അവിടെയുള്ള നാട്ടുകാരും എല്ലാം ഇങ്ങനെ പുതിയൊരു സർക്കസ് കാണുകയാണ്. അതെ, സത്യജിത് റേ ഈസ് മേക്കിംഗ് ഫൺ ഓഫ് ഹിംസെൽഫ് സെയിങ് ദിസ് വേർഡ്സ്. ഞങ്ങൾ ഈ സ്ട്രേഞ്ച് സർക്കസ് കാണുകയാണ്. വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. ഞങ്ങളിത് വളരെ ഫ്രീ ആയിട്ട് കാണുകയാണ്. The camera was still standing on its 3 legs. ക്യാമറ അതിൻ്റെ 3 ലെഗിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. Staring into the വുഡിലേക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ട്. But the tiger was showing no sign of making its way there. ക്യാമറയുടെ ഫ്രെയിമിനകത്തേക്ക് വരുവാനായിട്ടുള്ള ഒരു സാധ്യതയും കാണിക്കുന്നില്ല. 17th paragraph. Once the tiger had calmed down, ടൈഗർ പതുക്കെ ഒന്ന് ശാന്തമായപ്പോൾ, we managed to take the few shots we need. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ട് ഞങ്ങൾ എടുത്തു. This should have been the end of the story. അപ്പോൾ കഥയുടെ അവസാനം ഇത് വരേണ്ടതാണ്. പക്ഷേ but when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. അപ്പോൾ ഇവർ കൽക്കട്ടയിലേക്ക് തിരിച്ചു ചെന്ന് അവർ ക്യാമറയിലേക്ക് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ they found that those scenes were not imprinted in the camera film. ആ ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് ഫിലിമിൽ അത് പതിഞ്ഞില്ല. സോ ദ ഷോട്ട്സ് വെയർ ടു ഡാർക്ക്. മാത്രമല്ല ഷോട്ട്സ് എല്ലാം ഭയങ്കര ഡാർക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണത് എന്നും കൂടി ഓർക്കണം. അപ്പോൾ കൂടുതൽ ഡാർക്കായി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. അപ്പോൾ ആ ട്രീസും ലീവ്സും എല്ലാം ഇരുന്നിട്ട് ടൈഗർ അതിനകത്ത് മുങ്ങിപ്പോയി. ടൈഗറിനെ കാണാൻ പോലും കിട്ടുന്നില്ല. We had to shoot the scenes all over again. ഞങ്ങൾക്ക് ആ സീൻസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. We spoke to Mr. Thorat and he agreed to give it another go. ഞങ്ങൾ തൊറാട്ടിനോട് കാര്യം പറഞ്ഞു. തൊറാട്ട് വീണ്ടും ഒന്നുകൂടി കൊണ്ടുവരാം, ടൈഗറിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. We found another bamboo grove closer to Calcutta in a village called Boral. അപ്പോൾ ആദ്യത്തെ ബാംബു ഗ്രോവ് അവർക്ക് അത്ര ഗുണപരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൽക്കട്ടയ്ക്കടുത്ത് ബോറൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉണ്ടായിരുന്ന ബാംബു ഗ്രോവ് അവർ കണ്ടുപിടിച്ചു. കാരണം കൽക്കട്ടയിൽ നിന്ന് ട്രാവലിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. The steel wire, the special collar and the hand rod and with the lorry came the whole village. അപ്പോൾ ഇതെല്ലാം വന്ന കൂടുതൽ ആ വില്ലേജ്, ബോറൽ എന്ന് പറഞ്ഞ വില്ലേജിലെ ആളുകൾ മുഴുവനും കൂടി അങ്ങ് വന്നു. Everybody came to see the shooting of that film. We told the villagers that they should stand at a distance of 70 feet. ഞങ്ങൾ അവരോട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ 70 feet 70 അടി അകലത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞു. No one paid any attention to what they were told. ആരും അതിന് അറ്റൻഷൻ കൊടുത്തതേയില്ല. The entire crowd moved as close to the camera as they could. എല്ലാവരും ക്യാമറയ്ക്ക് തൊട്ടടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരികയാണ്. We could not afford to waste any more time explaining and arguing. എല്ലാവരോടും വിശദീകരിക്കുക, അവരോട് ആർഗ്യൂ ചെയ്യുക, വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുക, ഇതിനൊന്നും സമയമില്ല. So we got the camera ready and signaled to Mr. Thorat. ഞങ്ങൾ ക്യാമറ റെഡിയാക്കി തൊറാട്ടിനോട് ടൈഗറിനെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. 18th paragraph, the last paragraph. He opened the door of the cage. The instant the door opened with a clang. നമുക്കറിയാം, ഇരുമ്പിൻ്റെ കൂടാണ്, അതിങ്ങനെ തുറന്ന് മുകളിലേക്ക് പോകുന്നതാണ്. അവിടെ ചെന്നത് ഇടിക്കുമ്പോഴുള്ള സൗണ്ടാണ് ക്ലാങ്. നേരെ ചെന്ന് മുകളിൽ ചെന്ന് ഇങ്ങനെ ഇടിക്കുമ്പോഴുള്ള സൗണ്ടാണ്. Our tiger emerged with a loud roar. ടൈഗർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, ഭയങ്കര അലർച്ചയോടുകൂടിയാണ്, ഒരു നല്ല അലർച്ച അലറിയിട്ടാണ് അത് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ചാർജ് സ്ട്രെയിറ്റ് ഇൻ ടു ദ വില്ലേജേഴ്സ് എല്ലാം കൂടെ കൂടി നിൽക്കുന്ന 100 ആളുകൾ കൂടി നിൽക്കുന്ന 100-150 ആളുകൾ കൂടി നിൽക്കുന്ന വില്ലേജേഴ്സിൻ്റെ നേരെ അത് ചെന്നു. ഗ്യാതേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൂടുക.
Behind എന്ന് പറഞ്ഞാൽ പുറകിൽ, behind the camera. The crowd consisting of about 150 people. 150 ആളുകളുണ്ട്. Melted away. Melted എന്ന് പറഞ്ഞാൽ ഉരുകി ഒലിച്ചു പോവുക. Away as if by magic. മാജിക് വന്നതുപോലെ അവരെന്ത് ചെയ്തു? അവർ ഉരുകി ഒലിച്ച് എല്ലാവരും ഒറ്റ പിടിയിൽ വിട്ടു. ടൈഗർ വന്നതോടുകൂടി എല്ലാവരും പേടിച്ച് വിട്ടുപോയി. ആഫ്റ്റർ ദറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, അപ്പോൾ പെട്ടെന്നൊരു എനർജി ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വിട്ടതുകൊണ്ട് ദി ടൈഗർ കാംഡ് ഡൗൺ. ടൈഗർ വളരെ ശാന്തനായി. വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് തന്നെ ശാന്തനായി. ലൈക്ക് ആൻ ഒബീഡിയൻ ചൈൽഡ്. ഒബീഡിയൻ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള കുട്ടിയെ പോലെ. ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൺ. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് റിംഗ് മാസ്റ്റർ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് നിന്നു. പേസ്ഡ് അബൌട്ട് ക്വൈറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു. പതുക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ടു ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. പതുക്കെ അതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ക്യാമറ പോലും നന്നായിട്ട് ബിഹേവ് ചെയ്തു. വിച്ച് വി റിയലൈസ്ഡ് 2 days later. 2 ദിവസം കഴിഞ്ഞാണ് ഞങ്ങളത് തിരിച്ചറിഞ്ഞത് ക്യാമറയ്ക്കകത്ത്, ഫിലിമിനകത്ത് ഈ സീൻസ് ഉണ്ടെന്നുള്ളത്. കാരണം ദേ ഹാവ് ടു ട്രാവൽ ടു ദ കൽക്കട്ട ദെൻ ഓൺലി they can check it in the studio. When we returned to Calcutta and saw the scenes we had shot, അവിടെ ചെന്ന് ഞങ്ങൾ ആ സീൻസ് എല്ലാം കണ്ടപ്പോഴാണ് കാര്യം നമുക്ക് മനസ്സിലായത്. At that time film shooting was not so easy because these kind of problems are there. Nowadays film shootings are more easy because of the digital cameras. On the spot editing, on the spot dubbing, every facilities are there nowadays. We have got so many facilities are there to check whether the scenes they have got it, if they got the scenes they need. But at that time it was very difficult. So we have completed the chapter. I hope that you have understood it. We will directly move to the question answers and one discourse is waiting for you. Don't skip it, please. So here you can see the question answers, Project Tiger Part 3. 15th question, why was Mr. Thorat taken aback? He was taken aback because the tiger behaved in an unexpected manner. Tiger വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെരുമാറി. അതുകൊണ്ടാണ് അദ്ദേഹം പതുക്കെ ഒന്ന് പിൻവാങ്ങിയതുപോലെ ആയത്. 16th question, what might be the reason for the tiger's unexpected behavior? ടൈഗറിന് അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായ അത്തരത്തിലുള്ള പ്രകടനത്തിന് കാരണം എന്താണ്? The tiger got distracted on seeing the huge crowd outside. അവിടെ ആളുകളെ കണ്ടപ്പോൾ ടൈഗർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി. ഹൗ ഡസ് റേ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി? റേ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ വളരെ തമാശ നിറഞ്ഞ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? റേ മെൻഷൻഡ് ദാറ്റ് they got a chance to watch a beautiful circus of the tiger absolutely free. 18th question, what did Ray mean when he said this should have been the end of the story? അതായത് ഇത് കഥയുടെ അവസാനമാകേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? A film shooting is a hectic work of many people. When they completed the shooting, Ray thought that everything was fine, but when they went to Calcutta and watched it in the studio, they found that the camera did not work properly. They had to reshoot it again. That is why Ray remarked these words. അതായത് ഫിലിം ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാണ്. അത് അവർ ഷൂട്ട് ചെയ്ത് കൽക്കട്ടയിൽ ചെന്നാൽ മാത്രമേ അവർക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. 19th question, why was Mr. Thorat asked to give it another go? Answer, they had to shoot the scenes once again because of the failure of the camera. ക്യാമറ ഫെയിലിയർ ആയതുകൊണ്ട് വീണ്ടും അവർക്ക് ഒന്നുകൂടി ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതാണ് അവിടെ give it another go എന്ന് പറയുന്നത്. What was the magic performed by the tiger? The tiger emerged from the cage with a loud roar and charged at the villagers. അതായത് ആ വില്ലേജേഴ്സിന് നേരെ എന്ത് ചെയ്തു? ആ ടൈഗർ പതുക്കെ ചാർജ് ചെയ്ത് കയറിപ്പോയി. What was really required of the tiger in that scene? Answer, the tiger was required to come out of the bamboo grove and walk over to the spot that was chosen. അതായത് ടൈഗർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ടൈഗർ ചെയ്യേണ്ടിയിരുന്നത് ഏത് സ്ഥലത്തേക്കാണോ ടൈഗറിനെ ചെല്ലേണ്ടിയിരുന്നത് അവിടേക്ക് ചെല്ലുക, അവിടെ ചെന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഷൂട്ട് കഴിഞ്ഞ് കയറിപ്പോകാം. അതായിരുന്നു സീൻ. പക്ഷേ that's not happened. 22, what did Ray and his team realize 2 days later? They realized that the shot had come nicely. 2 ദിവസം കഴിഞ്ഞപ്പോൾ റേക്ക് മനസ്സിലായി എന്താണ് ആ ഷോട്ട് കിട്ടിയത്. Here is a discourse. Satyajit Ray meets the manager Bharat Circus. Satyajit Ray meets the manager of Bharat Circus to express his sincere gratitude for providing a tiger for shooting this film. What would be the conversation between Ray and the manager? Here is the conversation. You can read it.
Ray, good morning, sir. Manager, good morning, Mr. Ray. Was it a success this time? Ray, this time we made it. Manager, did Mr. Thorat help you? Ray, really, he was a great help. Manager, how did he help you? Ray, he is very practical in handling any hard situation. He solved the problem of calm movement of the tiger and by fixing a strong wire on tiger's neck. How he solved the problem of wire appearance before the camera? That is through his brilliant findings of a collar made of tiger skin. Manager, did the local people distracted you shooting? In the first place, Ray, in the first place they were very cooperative, but in the second shooting location was little bit difficult to control the crowd. Manager, how did you solve that problem? Ray, oh, that's wonderful. Tiger itself managed that. It charged against them and all of them vanished away. Manager, was there any unpleasant occurrence? Ray, nothing. Thank you very much. Manager, welcome. Bye. So, dear friends, here we are winding up the Project Tiger Standard 10. It is 4 videos. First one is Gupi Gaine Baga Baine the story, and other 3 videos, including this video. This is the part 3. We have completed studying that chapter. I hope that you have understood what I have told you. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. താങ്ക് യു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്.